അപ്പോൾ നമ്മൾ സൗണ്ട് പ്രൂഫിനായിട്ട് അകത്ത് നമ്മളെ ഗോളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിനകത്ത് ഓൾറെഡി നമ്മൾ സൗണ്ട് പ്രൂഫ് ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിതിനകത്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിക്കൂടെ ക്വാളിറ്റി നമ്മൾ ബോസ് ഓഡിയോയുടെ സ്പീക്കർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 3 ഡോറിലും കഴിഞ്ഞു, അവസാന ഡോറാണ്. അപ്പോൾ നമ്മളത് ക്രോസ് ഓവറൊക്കെ ഇവിടെ ആഡ് ചെയ്ത് സെറ്റ് ചെയ്തിരിക്കണം കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ ട്യൂട്ടർ, ബാക്കിലത്തെ ട്യൂട്ടർ ഡോർ ഫ്ലാപ്പിൻ്റെ ഈ സൈഡിലായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. 90 പ്രൈസ് വരുന്നത്. ഇതിനകത്ത് തന്നെ ആൻഡ്രോയിഡ് ഓട്ടോയും ആപ്പിൾ കാർപ്ലേ ഒക്കെ വയർലെസ് ആയിട്ട് തന്നെ കണക്റ്റ് ആവും. നമ്മൾ ബ്ലൂടൂത്ത് കണക്റ്റ് ആവുന്ന നേരത്ത് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് കണക്റ്റ് ആവുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ കസ്റ്റമർ വന്നിരിക്കുന്നത് മാർത്താണ്ഡത്ത് നിന്നാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ക്രെറ്റയുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആംപ്ലിഫയർ മാത്രമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ആംപ്ലിഫയറും RC കോഡിൻ്റെയൊക്കെ ക്വാളിറ്റി ഉണ്ടോ. ഈ ഒരു RC കേബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരെണ്ണം 1200 രൂപ വെച്ച് 6 RC കോഡാണ് മേടിച്ചത്. അതിന് സിംഗിൾ കേബിളിനാണ് കേട്ടോ 1200 രൂപ. അതേപോലെ ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറേ നാളായി, അതായത് ഒരു 2 ആഴ്ചക്ക് മുകളിലായി നമ്മളൊരു ഓഡിയോ സിസ്റ്റത്തിന്റെ വീഡിയോസ് ചെയ്തിട്ട്, ബോക്സ് ഓഡിയോ എന്നാണ് സിസ്റ്റത്തിന്റെ പേര്. അപ്പോൾ അതിന്റെ അൺബോക്സിംഗ് വീഡിയോസ് മാത്രമാണ് നമ്മുടെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തത്. പിറ്റേന്ന് തന്നെ ഞാൻ അതിന്റെ ഫുൾ വീഡിയോസ്, അതായത് നമ്മളെ വർക്കിംഗ് വീഡിയോസും കൂടെ ആഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് നടന്നില്ല. എനിക്ക് കുറച്ച് പ്രശ്നങ്ങളായതിനെ കൊണ്ട് നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ കുറച്ച് നാളത്തേക്ക് ഡിലേ ചെയ്തിരിക്കുകയായിരുന്നു. അന്ന് ആ അൺബോക്സിംഗ് വീഡിയോസിനകത്ത് നമ്മൾ പറയാൻ വിട്ട ഒരു പ്രോഡക്റ്റ് ഉണ്ട്, അതായത് പൈനിയറിന്റെ സ്റ്റീരിയോ ആണ് കേട്ടോ. അപ്പോൾ അതിന്റെ ഒരു ബോക്സും കാര്യങ്ങളൊക്കെ എന്റെ കൈവശിട്ടുണ്ട്. ഓൾറെഡി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് വിട്ടതാണ്. അപ്പോൾ അതിനകത്ത് ആൻഡ്രോയിഡ് സ്റ്റീരിയോ ചോയ്സ് ചെയ്ത, പൈനിയർ ചോയ്സ് ചെയ്തതിന് റീസൺസ് ഉള്ളതുണ്ട്. ഈ സ്റ്റീരിയോ റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 33,900 ഇതിന്റെ റേറ്റ് വരുന്നത്. അതായത് നമ്മുടെ ആൻഡ്രോയിഡിനേക്കാളും ബെറ്റർ ആണ്. അതേപോലെ തന്നെ ലൈഫ് ടൈം ഒരുപാട് യൂസ് ചെയ്യാൻ പറ്റും. ഏകദേശം ഒരു 10 കൊല്ലം മിനിമം ആയിട്ട് നമുക്ക് ഈ സംഭവം പക്കയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ആൻഡ്രോയിഡ് സ്റ്റീരിയോ നമുക്ക് 1 കൊല്ലം അല്ലെങ്കിൽ 1.5 കൊല്ലം കഴിഞ്ഞാൽ പുതിയ അപ്ഡേറ്റ് വരും, ഹാങ് ആവും, സ്റ്റക്ക് ആവും, പോകും. ഇതിന് അങ്ങനെ ഒരു ഇഷ്യൂസ് കാര്യങ്ങളില്ല. പിന്നെ 3 പ്രീ ഔട്ട് വരുന്നുണ്ട്. നമുക്ക് 3 പ്രീ ഔട്ട് ഉള്ള വേണമെന്ന് വരും, നമുക്ക് 5 ചാനൽ ആംപ്ലിഫയർ ആയതുകൊണ്ട്. അപ്പോൾ ഇതിന്റെ സ്പെക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് വൈഫൈ ഉണ്ട്, അതേപോലെ തന്നെ ബ്ലൂടൂത്ത് ഉണ്ട്, ആൻഡ്രോയിഡ് ഓട്ടോ ഉണ്ട്, അതേപോലെ ആപ്പിൾ കാർപ്ലേ ഉണ്ട്. അങ്ങനെയുള്ള എല്ലാ പ്രോഡക്റ്റുകളും ഏകദേശം 13 ബാൻഡിന്റോളം ഇക്വലൈസർ മോഡ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അതേപോലെ ഫുൾ HD ഡിസ്പ്ലേ ആണ് വരുന്നത്. അതായത് 1080p ഡിസ്പ്ലേയും കാര്യങ്ങളാണ് വരുന്നത്. കാര്യം വെച്ചാൽ ഇതിനകത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മളെ മിറർ ലിങ്കും ആൻഡ്രോയിഡ് ഓട്ടോയും എടുക്കും. അതായത് നമ്മുടെ ബ്ലൂടൂത്ത് ഓൺ ആയിട്ട് നമ്മളെ സ്റ്റീരിയോ ആയിട്ട് ഓട്ടോമാറ്റിക് പെയർ ആവുന്ന നേരത്തെ തന്നെ ആൻഡ്രോയിഡ് ഓട്ടോയ്ക്ക് ആയിട്ടുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ എനേബിൾ ആവും. ആൻഡ്രോയിഡ് ആയാലും ഐഫോൺ ആയാലും ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് ഇത് എനേബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ വലുതായിട്ടൊന്നും ഞാൻ പറഞ്ഞു നേട്ടത്തില്ല. ഞാൻ ഒരു കുഞ്ഞൻ വീഡിയോ ആയിട്ട് അവസാനിപ്പിക്കാൻ പോയിട്ടുണ്ട്. ഏകദേശം 10 മിനിറ്റിനകത്തുള്ള വീഡിയോസ് ആയിട്ടാണ് നിർത്താൻ പോകുന്നത്. നമ്മളെ വീഡിയോസ് ആണെന്ന് എല്ലാ സുഹൃത്തുക്കളും മറക്കാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലേക്കാനും നിലവിൽ ചെയ്യുക. അതായത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വേറൊരു കാര്യമാണ്, നമ്മളിതിന്റെ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ അതിന്റെ ലിങ്കും കഴിഞ്ഞ അൺബോക്സിംഗ് വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ അതിന്റെ ലിങ്കും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കുക. ജസ്റ്റ് ഒന്ന് കയറി കാണുക. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ അതിനകത്ത് യൂസ് ചെയ്തിരുന്നത്, എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്തിരുന്നത് എന്നുള്ള മെത്തേഡ്സും കാര്യങ്ങളൊക്കെ ഫുള്ള് ഞാനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകും. പക്ഷേ നമ്മൾ ക്രേറ്റ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ക്രേറ്റയ്ക്കകത്ത് നമ്മൾ ഡോർ ഫ്ലാപ്പ് ഫ്രണ്ട് 2 ഊരിയിട്ടില്ല, ബാക്കിയെല്ലാം നമ്മൾ റിമൂവ് ചെയ്തു. അപ്പം ബാക്കിലിരുന്നത് നമ്മൾ റോക്ക് ഫോർഡിൻ്റെ തന്നെ കോയാക്സിലാണ് കേട്ടായിരുന്നത്. കണ്ടല്ലേ, കോയാക്സിലാണ് ഇരുന്നത്. പഞ്ചിൻ്റെ കോയാക്സിലാണ്. അതേപോലെ പഞ്ചിൻ്റെ തന്നെ കമ്പോണൻറ്റും ആണ് നമ്മുടെ ഫ്രണ്ട് ഈ ഒരു ഡോറിലും ഇരിക്കുന്നത്. അതേപോലെ 2 ആംപ്ലിഫയർ ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ പ്രൈമും, അതേപോലെ പ്രൈമിൻ്റെ തന്നെ 2 ആംപ്ലിഫയർ, 2 ചാനൽ ഒരു 4 ചാനൽ ആംപ്ലിഫയറാണ് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിന് സ്റ്റീരിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൈനിയറിൻ്റെ സ്റ്റീരിയോ ആണ്. അപ്പോൾ ഇത് മൊത്തം നമ്മൾ റിമൂവ് ചെയ്യണം. റിമൂവ് ചെയ്തതിന് ശേഷം നമ്മൾ ഫുള്ള് ബോസ് മാത്രം ഒറ്റൊരു ആംപ്ലിഫയർ അങ്ങനെയാണ് ആക്കുന്നത്. ഇതിപ്പോൾ 2 ആംപ്ലിഫയർ ഇതുപോലെ ചെയ്തിരിക്കുന്ന വീഡിയോസ് നേരത്തെ നമ്മൾ സ്വിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. 2 ആംപ്ലിഫയറും ഒരു സബും 4 സ്പീക്കറൊക്കെ ആയിട്ട് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ബാക്കി വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഓരോന്നോരോന്ന് ഞാൻ പെൻറ്റി കാണിച്ചില്ല എങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളെ ക്രെറ്റയുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആംപ്ലിഫയർ മാത്രമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ആംപ്ലിഫയറും RC കോഡിൻ്റെയൊക്കെ ക്വാളിറ്റി ഉണ്ടോ. ഈ ഒരു RC കേബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരെണ്ണം 1200 രൂപ വെച്ച് 6 RC കോഡാണ് മേടിച്ചത്. അതിന് സിംഗിൾ കേബിളിനാണ് കേട്ടോ 1200 രൂപ. അതേപോലെ 6 കേബിളായപ്പോൾ ഏകദേശം എത്ര രൂപയെന്ന് മനസ്സിലായില്ല. പക്ഷേ 7200 രൂപ 8000 രൂപ അടുപ്പിച്ച് നമുക്ക് RC കോഡിന് മാത്രമായിട്ടുണ്ട്. അതേപോലെ നമ്മൾ എടുത്തിരിക്കുന്നത് പൈനിയറിൻ്റെ തന്നെ നോർമൽ സ്റ്റീരിയോസ് ആണ്, ടച്ച് സ്ക്രീനാണ്. ആപ്പിൾ കാർപ്ലേയും ആൻഡ്രോയിഡ് ഓട്ടോയൊക്കെ എടുക്കുന്ന ഒരു ടച്ച് സ്ക്രീനാണ് എടുത്തിരിക്കുന്നത്. ഏകദേശം 33,900 രൂപയാണ് ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നമ്മളിതാ ഈ ഡാമ്പിങ്ങിന് നമ്മളല്ല കേട്ടോ, ഇത് വണ്ടി എടുത്തപ്പോൾ പുള്ളി ചെയ്തതാണ്. ഇത് പുള്ളി കോയമ്പത്തൂർ എവിടെ പോയപ്പോൾ ചെയ്തതെന്ന് പറഞ്ഞു. ഒരു ഷീറ്റിന് 1800 വെച്ചാണ് പുള്ളിയിൽ നിന്ന് വാങ്ങി എന്നൊക്കെ പുള്ളിനെ പറഞ്ഞായിരുന്നു. ഇത് ഐക്കൂപ്പർ എന്ന ബ്രാൻഡാണ്. ഏകദേശം ഒരു 400-450 രൂപയാണ് പെർ ഷീറ്റിന് ഇപ്പോഴത്തെ റേറ്റ് വരുന്നത്. അപ്പോൾ നമ്മളിതിനകത്ത് ബാക്കി പഴയ വയറൊക്കെ ഉണ്ട്, അതെല്ലാം ഫുള്ള് വൈപ്പ് ചെയ്യണം. അപ്പോൾ നമ്മൾ സ്പീക്കറൊന്നും സെറ്റ് ചെയ്തിട്ടില്ല. ഇതിനകത്തിരുന്ന പഴയ സ്പീക്കറും പഴയ ആംപ്ലിഫയറൊക്കെ ഉള്ളതായിരിക്കുന്നത് കണ്ടോ. പഴയ ആംപ്ലിഫയറാണ് കേട്ടോ. ഏകദേശം നല്ല റേറ്റുള്ള ആംപ്ലിഫയറാണ്. ഇപ്പോഴത്തെ റേറ്റിൽ ഏകദേശം 14-15 രൂപ അടുപ്പിച്ച് തന്നെ ഈ ഒരു ആംപ്ലിഫയറിന് പ്രൈസ് ഉള്ളതാണ്. അതേപോലെ ഇതായിരിക്കുന്നത് സ്പീക്കറുണ്ടോ. സ്പീക്കറിന് 15,500 ഈ സ്പീക്കറിന് ഒരു പെയറിന് റേറ്റാണ്. പഞ്ചിൻ്റെ തന്നെ ഉണ്ട്, റോക്ക്വുഡ് ഫോസ്കറ്റിൻ്റെ.
അപ്പോൾ ഇതെല്ലാം ഇൻസ്റ്റാൾ ചെയ്യണം. കാര്യം ഇതിൻ്റെയൊക്കെ റിവ്യൂ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് പേര് പറഞ്ഞിട്ട് ഇതിൻ്റെ ഇൻസ്റ്റാളേഷൻ വീഡിയോസ് ഇൻസ്റ്റാൾ ചെയ്യുന്ന അല്ലെങ്കിൽ വർക്കിംഗ് വീഡിയോസ് കൂടെ ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ നമ്മളെ വീഡിയോസ് അധികം ഒന്നും കാണില്ല, മാക്സിമം ഇപ്പോൾ കഴിഞ്ഞ ഒരു 10 മിനിറ്റിനകത്ത് മാത്രം നിർത്തുന്നൊരു വീഡിയോസാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ ബോസ് ഓഡിയോയുടെ സ്പീക്കർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 3 ഡോറിലും കഴിഞ്ഞു, അവസാന ഡോറാണ്. അപ്പോൾ നമ്മളത് ക്രോസ് ഓവറൊക്കെ ഇവിടെ ആഡ് ചെയ്ത് സെറ്റ് ചെയ്തിരിക്കണം കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ ട്യൂട്ടർ, ബാക്കിലത്തെ ട്യൂട്ടർ ഡോർ ഫ്ലാപ്പിൻ്റെ ഈ സൈഡിലായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഞാൻ ആംപ്ലിഫയറും സബും മാത്രമാണ് കൊടുക്കാനുള്ളത്. അതിൻ്റെ ലൈനെല്ലാം ഫുള്ള് വലിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതും കൂടെ നമുക്ക് കണക്ട് ചെയ്യാനുള്ളത്. അതൊന്ന് കണക്ട് ചെയ്തതിന് ശേഷം നമുക്കത് വർക്ക് ചെയ്ത് നോക്കി. അപ്പോൾ നമ്മളെ ആംപ്ലിഫയറും കാര്യങ്ങളെല്ലാം നമ്മൾ ഫുള്ളായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മൾ സ്റ്റീരിയോ വെച്ചാൽ ഡബിൾ ടിൻ്റെ സ്റ്റീരിയോ ആണ് കേട്ടോ, പൈനിയറിൻ്റെ ഡബിൾ ടിൻ്റെ സ്റ്റീരിയോ ആണ്. ഇതിൽ തന്നെ നമുക്ക് ഈ സ്റ്റീരിയോ തന്നെ ആംപ് ഓഫ് ആക്കാനോ ഓൺ ആക്കാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളുണ്ട്. അതേപോലെ നമ്മളതിനകത്ത് ബോസ് ഓടിയെന്ന് എഴുതിയതിനു ശേഷം അതിൻ്റെ ചുറ്റിനായിട്ടുണ്ട് ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ. ഭയങ്കര രസമാണ് കേട്ടോ കാണാൻ. ഇപ്പം ഞാൻ ഇപ്പോൾ ഓൾറെഡി ലൈറ്റ് ഇട്ടിരിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മളെ ചെറിയൊരു നോയ്സ് നമ്മളെ സ്പീക്കറിനകത്ത് വരുന്നുണ്ട് കേട്ടോ. ഇത് ഇത്ര എല്ലാവരും ഇതിൻ്റെ നോയ്സ്, ഇതിനകത്ത് നോയ്സ് ഫിൽറ്ററും കാര്യങ്ങളൊക്കെ ഞാൻ ആഡ് ചെയ്തു. നോയ്സ് ഫിൽറ്ററൊക്കെ ആഡ് ചെയ്തിരിക്കുന്ന വീഡിയോസ് ഞാൻ മുമ്പ് നേരത്തെ കഴിഞ്ഞ ഇതിൻ്റെ ആദ്യ പാർട്ടിൽ തന്നെ നോക്കിയത്. അതിനകത്ത് നോയ്സ് ഫിൽറ്ററും കാര്യങ്ങളൊക്കെ എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നോയ്സ് ഫിൽറ്റർ എന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ഇരപ്പ് ഇങ്ങനെയല്ല വരുന്നത്, ഇതിൽ നിന്നും ഇരപ്പ് വരും. ആ ഒരു ഇരപ്പിനെ കുറയ്ക്കാൻ വേണ്ടിയാണ് നോയ്സ് ഫിൽറ്ററും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 4 ഡോർ സ്പീക്കറും ചെയ്ത് നമ്മൾ സബ് വൂഫറും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഓൾറെഡി ആയിട്ടോ. NCA സോങ്സ് ഇട്ട് ഞാൻ കേൾപ്പിച്ചു തരാം. അപ്പോൾ നമ്മൾ സൗണ്ട് പ്രൂഫിനായിട്ട് അകത്ത് നമ്മളെ ഗോളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിനകത്ത് ഓൾറെഡി നമ്മൾ സൗണ്ട് പ്രൂഫ് ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിക്കൂടെ ക്വാളിറ്റിയും അതേപോലെ തന്നെ കിഴിവും പിന്നെ ഈ അകത്തേക്ക് വിടുന്ന പൊടിയും കാര്യങ്ങളൊക്കെ ഇതിനുള്ളിൽ തന്നെ തങ്ങി നിൽക്കും. അങ്ങനെ ഒരു യൂസ്ഫുൾ ഉണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾ വീഡിയോ കാണുന്നതൊക്കെല്ല സംഭവം ബോക്സ് മാരക സൈസാണ് കേട്ടോ. അപ്പോൾ നമ്മളതാ ഇതിനകത്ത് എടുത്ത് വെക്കാൻ വേണ്ടി പോവുകയാണ് നമ്മൾ. അപ്പോൾ നമ്മളെ ബോസ് ഓഡിയോ സിസ്റ്റം അതേപോലെ പൈനിയറിൻ്റെ സ്റ്റീരിയോ ആണ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഈ ഒരു സ്റ്റീരിയോ എന്ന് വെച്ചാൽ ഏകദേശം 33,990 പ്രൈസ് വരുന്നത്. ഇതിനകത്ത് തന്നെ ആൻഡ്രോയിഡ് ഓട്ടോയും ആപ്പിൾ കാർപ്ലേ ഒക്കെ വയർലെസ് ആയിട്ട് തന്നെ കണക്റ്റ് ആവും. നമ്മൾ ബ്ലൂടൂത്ത് കണക്റ്റ് ആവുന്ന നേരത്ത് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് കണക്റ്റ് ആവുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ കസ്റ്റമർ വന്നിരിക്കുന്നത് മാർത്താണ്ഡത്ത് നിന്നാണ് കേട്ടോ. ഏകദേശം വൺ സൈഡ് 130-140 കിലോമീറ്ററോളം ദൂരമുണ്ട്. അപ്പോൾ നമ്മൾ ഓഡിയോ സിസ്റ്റം ഫുള്ള് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ NC കാര്യങ്ങൾ അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയാണ്. നമ്മൾ ഇതിനകത്ത് ചെയ്തിരിക്കുന്നത് സ്പീക്കർ, നമ്മൾ സാധാരണ ഓഡിയോ സിസ്റ്റം ചെയ്യുന്ന സ്പീക്കറിന്റെ ബാസ് കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. അത് നമ്മൾ 2 ആംപ്ലിഫയർ, ഇത് 5 ചാനൽ ആംപ്ലിഫയർ ആണ് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത്. ബോസിന്റെ 5 ചാനൽ ആംപ്ലിഫയർ ആണ്. അപ്പോൾ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളാണ് ഞാൻ നേരത്തെ നമ്മൾ കഴിഞ്ഞ വീഡിയോസ് ഞാൻ ഫുള്ള് ചെയ്തിട്ടുണ്ടായിരുന്നു. 5 ചാനൽ ആംപ്ലിഫയർ ആണ്. അപ്പോൾ അതിനകത്ത് ചെയ്യുന്ന നേരത്ത് നമുക്ക് സബ് ഓഫ് ആക്കിക്കൊണ്ട് നമുക്ക് ഇതിനകത്തുണ്ടെങ്കിൽ സ്പീക്കറിനകത്ത് നോർമൽ ഓളിയം മാത്രം, അതായത് ക്വാളിറ്റിയുള്ള ഓളിയം കൊടുത്തുകൊണ്ട് മാത്രം നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പം ജസ്റ്റ് എന്താ നമുക്ക് സബും കൂടെ ഒന്ന് വർക്ക് ചെയ്യുന്ന വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. നമ്മൾ ഇതിൽ നിന്ന് ഊരിയ പഴയ പ്രോഡക്റ്റുകളാണ് കേട്ടോ. RC കേബിളും സ്പീക്കറും അതേപോലെ തന്നെ ആംപ്ലിഫയർ, അങ്ങനെ കുറേ ഐറ്റംസുകളുണ്ട്. അതേപോലെ തന്നെ ഞാൻ നേരത്തെ ഇരുന്ന റോക്ക്പോർട്ട് ഫോസ്കറ്റിൻ്റെ സബ് ഓഫറാണ് ഇരുന്നത്. ഇതെല്ലാം മരണം ഫുള്ള് ബോസ് ഓഡിയോയിലോട്ട് കൺവേർട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ.
അപ്പോൾ നമ്മളെ കസ്റ്റമർ വന്നിട്ട് മാർത്താണ്ടെന്നാണ് കേട്ടോ. പുള്ളി ഏകദേശം നമ്മൾ വന്നത് ഏകദേശം 2 മണിക്ക് ശേഷമാണ് വന്നത്. നമ്മൾ വർക്കെല്ലാം കഴിഞ്ഞപ്പോൾ ഏകദേശം 10 മണിയോളമായി. ഞാൻ വീഡിയോസ് ഡേറ്റ് ആക്കിയത് കുറേ സാങ്കേതിക പ്രശ്നങ്ങൾ കാരണത്താലായിരുന്നു. എന്തായാലും നമ്മളെ വർക്ക് എല്ലാം ഹെവി ആയിട്ട് ചെയ്തായിരുന്നു. പക്ഷേ ആ വർക്കിലൂടെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. നമുക്ക് ഓരോ വർക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് പുതിയ പുതിയ അനുഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ വർക്കിൽ നിന്നും എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അത് എനിക്കും കസ്റ്റമറിനും മാത്രം അറിയാൻ കാര്യം. വേറെ നല്ല ടെക്നിക്കായിട്ടുള്ള ഇഷ്യൂസ് കാര്യങ്ങളോ ഒന്നുമല്ല, ചെറിയൊരു ബോർഡിന്റെ പ്രശ്നമായിരുന്നു. കാര്യം അത് ഹമ്പിങ്ങിന്റെ പ്രശ്നം, നമ്മുടെ നോയ്സ് ഫിൽറ്റർ ആഡ് ചെയ്തതിന്റെ പ്രശ്നമായിരുന്നു. അത് നമുക്ക് 2 പേർക്ക് മനസ്സിലായതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മെറ്റൽ ബോഡി ആയിട്ട് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഹമ്പിങ് ഉണ്ടാവും. അതായിരുന്നു എനിക്ക് ആ ഒരു വർക്കിൽ നിന്നും മനസ്സിലായ ഏറ്റവും വലിയൊരു പാഠം എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ നോയ്സ് ഫിൽറ്റർ ഇടുന്നവരെല്ലാവരും ടെക്നീഷ്യന്മാർ കാണുകയാണെന്നുണ്ടെങ്കിൽ അവർ ഒരു കാരണവശാലും ബോഡി പാർട്സ് ആയിട്ട് മെറ്റലായിട്ട് ഒരു കാരണവശാലും ആഡ് ചെയ്യാതെ വെച്ച് ഇൻസ്റ്റാൾ ചെയ്യുക എന്ന് മാത്രമേ എനിക്ക് പറയാനായിട്ടുള്ളൂ. അപ്പോൾ നമ്മളെ വീഡിയോസ് ഉണ്ട് എല്ലാ സുഹൃത്തുക്കൾക്കും വളരെ നന്ദിയുണ്ട്. അപ്പോൾ എല്ലാവരും മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ഐക്കൺ ചെയ്യുക. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.